നമസ്കാരം. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായ എപ്സ്റ്റീൻ ഫയലുകളിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ പേര് ഉൾപ്പെട്ടെന്ന് വെളിപ്പെടുത്തൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട പുതിയ രേഖകളിൽ കേന്ദ്രമന്ത്രിയുടെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ടെന്ന വാർത്ത പുറത്തു വന്നതോടെ രാജ്യം ഞെട്ടലിലാണ്. ബജറ്റ് സമ്മേളനത്തിനിടെ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ ധാർമ്മികതയ്ക്കും അന്തസ്സിന് നിരക്കാത്ത വിധം ഇത്തരമൊരു ലിസ്റ്റിൽ പേരുള്ള വ്യക്തി എങ്ങനെ കേന്ദ്ര മന്ത്രിസഭയിൽ തുടരുന്നു എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. US കോടതികളിൽ നിലനിൽക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ താൻ നേരിട്ട് പരിശോധിച്ചതായിട്ടും സത്യം പുറത്തു കൊണ്ടുവരാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്നും രാഹുൽ ഗാന്ധി സഭയിൽ വ്യക്തമാക്കി. ഈ വിഷയം സഭയിൽ അവതരിപ്പിക്കപ്പെട്ടതോടെ ഭരണപക്ഷമായിട്ടുള്ള BJP ഏറെ പ്രതിരോധത്തിലായെങ്കിലും രാഹുൽ ഗാന്ധിക്കെതിരെ കടന്നാക്രമണം നടത്തിയാണ് അവർ ഇതിനെ നേരിടുന്നത്. ഹർദീപ് സിംഗ് പുരിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സഭയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും BJP MPമാർ ആരോപിച്ചു. ആരോപണം ഉന്നയിച്ച രാഹുൽ ഗാന്ധിയെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നും അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം അയോഗ്യനാക്കണമെന്നും ആവശ്യപ്പെട്ട് BJP MP നിഷികാന്ത് ദുബൈ സ്പീക്കർക്ക് കത്ത് നൽകി. കേന്ദ്രമന്ത്രിക്കെതിരെയുള്ള ഗുരുതരമായിട്ടുള്ള തെളിവുകൾ അന്വേഷിക്കുന്നതിന് പകരം ചോദ്യം ചോദിക്കുന്നവരുടെ വായടപ്പിക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാർലമെന്റ് നടപടികൾ സ്തംഭിച്ചുകൊണ്ട് സഭയ്ക്ക് പുറത്ത് മഗർദ്വാറിന് മുൻപിൽ പ്രതിപക്ഷ MPമാർ ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. ഹർദീപ് സിംഗ് പുരിക്ക് എപ്സ്റ്റീനെ അറിയാമായിരുന്നുവെന്ന കാര്യം അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ദുരൂഹമായ ഇടപാടുകളിൽ തനിക്ക് പങ്കില്ലെന്നാണ് മന്ത്രിയുടെ വാദം. എന്നാൽ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ മന്ത്രി പദവിയിൽ തുടരാനായിട്ട് അദ്ദേഹത്തിന് അവകാശമില്ലെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നു. ഇനിയും ഞെളിഞ്ഞിരുന്ന് പാർലമെന്റിനെ അപമാനിക്കരുത് എന്നും ജനങ്ങളുടെ കോടതിയിൽ താങ്കൾ കുറ്റക്കാരനാണെന്നും ആക്രോശിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം പ്രതിഷേധം നയിക്കുന്നത്. സർക്കാർ നടപടി സ്വീകരിക്കാനായിട്ട് വൈകുകയാണെങ്കിൽ കേസ് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിലേക്ക് മാറ്റുമെന്ന കടുത്ത മുന്നറിയിപ്പും രാഹുൽ ഗാന്ധി നൽകി. സഭയ്ക്കുള്ളിലെ വാക്പോരിനിടെ സ്പീക്കർ ഓം ബിർളയുടെ നിലപാടുകളും വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. സഭാ നടപടികൾ നിഷ്പക്ഷമായിട്ട് കൊണ്ടുപോകേണ്ട സ്പീക്കർ BJPയുടെ വക്താവിനെ പോലെയാണ് പെരുമാറുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. സത്യം വിളിച്ചു പറയുന്ന പ്രതിപക്ഷ അംഗങ്ങളെ അടിച്ചമർത്താനാണ് സ്പീക്കർ മുൻഗണന നൽകുന്നതെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. ഒരു കേന്ദ്രമന്ത്രിയുടെ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിന് പകരമായിട്ട് അത് ജനമധ്യത്തിൽ ചർച്ചയാക്കുന്നവരെ ശിക്ഷിക്കാനാണ് ഭരണകൂടം വ്യഗ്രത കാണിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായിട്ടുള്ള പാർലമെന്റിൽ സുതാര്യത ഉറപ്പാക്കേണ്ട സ്പീക്കർ പക്ഷപാതപരമായിട്ട് പെരുമാറുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്കിടെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ മറുപടി നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും രൂക്ഷമായിട്ട് വിമർശിച്ചു. രാജ്യത്തിൻ്റെ വികസന നേട്ടങ്ങളെക്കുറിച്ചോ യുവജനങ്ങളുടെ തൊഴിലവസരങ്ങളെക്കുറിച്ചോ സംസാരിക്കുന്നതിന് പകരം പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിലുടനീളം പ്രതിപക്ഷത്തെ വ്യക്തിപരമായി തന്നെ അധിക്ഷേപിക്കാനാണ് സമയം കണ്ടെത്തിയതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. കോൺഗ്രസ്, തൃണമൂൽ, അതോടൊപ്പം തന്നെ DMK തുടങ്ങിയ പാർട്ടികൾ അഴിമതിയുടെ വക്താക്കളാണെന്നും അവർക്ക് വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ യോഗ്യതയില്ലെന്നുമാണ് മോദി പറഞ്ഞത്. സ്വന്തം ക്യാബിനറ്റിലെ അംഗത്തിനെതിരെ ഇത്ര വലിയ ആരോപണം വന്നിട്ടും അതിന് കൃത്യമായ മറുപടി നൽകാതെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്ന പ്രധാനമന്ത്രിയുടെ നിലപാട് അപഹാസ്യമാണെന്ന് പ്രതിപക്ഷം വാദിക്കുന്നു. വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോഴും ഹർദീപ് സിംഗ് പുരിയുടെ രാജിയില്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിനും പ്രതിപക്ഷം തയ്യാറല്ല. ഭരണകക്ഷിയിലെ നേതാക്കൾ മറ്റുള്ളവരുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് സദാചാര പ്രസംഗങ്ങൾ നടത്താറുണ്ടെങ്കിലും സ്വന്തം മന്ത്രിയുടെ കാര്യത്തിൽ അവർ പുലർത്തുന്ന മൗനം അവരുടെ ഇരട്ടത്താപ്പാണ് ഇവിടെ വ്യക്തമാക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നു. ഹർദീപ് സിംഗ് പുരിയുടെ കസേര ഏത് നിമിഷവും തെറിക്കാവുന്ന അവസ്ഥയിലാണെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ സംസാരം. ഏതായാലും വരും ദിവസങ്ങളിൽ സുപ്രീം കോടതിയുടെ ഇടപെടലോ അല്ലെങ്കിൽ മന്ത്രിയുടെ നിർബന്ധിത രാജിയോ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ രാജ്യം. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ഓരോ നീക്കവും അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന കാര്യം ഉറപ്പാണ്.